രാജകുമാരൻ കോസല രാജ്യത്തിൻ്റെ രാജാവായിരുന്നു. ദശരഥെന്ന് പേരുള്ള നേമി കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ. സാഹേതം ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. കൈകേയി, കൗസല്യ, സുമിത്ര. അവർക്ക് വളരെ കാലമായിട്ടും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ദശരഥ മഹാരാജാവ് സങ്കടത്തോടെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ ചെന്ന് കണ്ടു. സങ്കടം ബോധിപ്പിച്ചു. രാജൻ വിഷമിക്കണ്ട, അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടാവും. അതിനു വേണ്ടി അങ്ങ് ഋഷിസിംഹനെ വരുത്തി പുത്രകാമേഷ്ടിയാഗം നടത്തണമെന്നു പറഞ്ഞു. ഗുരുവിന്റെ ആജ്ഞയനുസരിച്ച് ദശരഥൻ ഋഷിസിംഹനെ വരുത്തി സലിയൂ നദിയുടെ തീരത്ത് വെച്ച് പുത്രകാമേഷ്ടിയാഗം നടത്തി. അപ്പോൾ കോമകുണ്ഡത്തിൽ നിന്ന് അഗ്നിദേവൻ കയ്യിലൊരു സ്വർണപാത്രവുമായി പൊങ്ങി വന്നു. രാജന് പായസം കൈപ്പറ്റിയാലും ഈ പായസം ദേവനിർമ്മിതമാണ്. ഈ പായസം അഗ്നിദേവൻ ഹോമകുണ്ഡത്തിൽ മറഞ്ഞു. അഗ്നിദേവൻ നൽകിയ പായസം ദശരഥൻ ആദ്യ ഭാര്യ കൗസല്യക്ക് പകുതി പായസം കൊടുത്തു. രണ്ടാമത്തെ ഭാര്യ കൈകേയിക്കും പകുതി പായസം കൊടുത്തു. അത് കണ്ടു നിന്ന സുമിത്രയ്ക്ക് കൗസല്യയുടെ പകുതി പായസം കൊടുത്തു. അത് കണ്ട് കൈകേയിയുടെ പകുതി പായസം കൊടുത്തു. പായസത്തിന്റെ ദിവ്യശക്തി കൊണ്ട് 3 ഭാര്യമാരും ഗർഭം ധരിച്ചു. ആദ്യ ഭാര്യയായ കൗസല്യ പുണർന്ന നക്ഷത്രത്തിൽ ഒരാൺ കുഞ്ഞിന് ജന്മം നൽകി. അതിന്റെ അടുത്ത ദിവസം കൈകേയി ഒരാൺ കുഞ്ഞിന് ജന്മം നൽകി. അതിന്റെ അടുത്ത ദിവസം സുമിത്ര 2 ആൺ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. കുലഗുരുവായ വസിഷ്ഠ മഹർഷി 4 പുത്രന്മാർക്കും നാമകരണം ചെയ്തു. കൗസല്യയുടെ പുത്രന്റെ പേര് രാമൻ എന്നും കൈകേയിയുടെ പുത്രന്റെ പേര് ഭരതൻ എന്നും സുമിത്രയുടെ പുത്രന്മാർക്ക് ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നും എന്നീ നാമങ്ങളും നൽകി. ഭൂമിയിൽ രാവണാദി രാക്ഷസരുടെ ശല്യം വർദ്ധിച്ചതോടെ ഭൂമിദേവിക്ക് ഭാരം താങ്ങാൻ പറ്റാതെയായി. ഭൂമിദേവി ഗോരൂപം ധരിച്ച് ബ്രഹ്മദേവന്റെ അടുക്കൽ ചെന്ന് സങ്കടമുണർത്തിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, അതിന് പരിഹാരം കാണാൻ സാക്ഷാൽ മഹാവിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭൂമിദേവിയും ബ്രഹ്മദേവനും ദേവന്മാരും എല്ലാവരും കൂടെ വൈകുണ്ഠത്തിലെത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തി. രാവണനെ
കൊല്ലണമെങ്കിൽ ഒരു മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങ് മനുഷ്യരൂപം ധരിച്ച് രാവണാദി രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ഭൂമിയിൽ സത്യവും ധർമ്മവും നിലനിർത്തണമെന്ന് പറഞ്ഞു. അതിൻ പ്രകാരം മഹാവിഷ്ണു രാമനായിട്ടും പാഞ്ചജന്യമെന്ന ശംഖ് ഭരതനായിട്ടും അനന്തനാഗം ലക്ഷ്മണനായിട്ടും സുദർശന ചക്രം ശത്രുഘ്നായിട്ടും ദശരഥന്റെ മക്കളായി ജന്മമെടുത്തു. ഭൂമിയിൽ അധർമ്മം പെരുകുമ്പോൾ ഭഗവാൻ പുതിയ പുതിയ അവതാരങ്ങൾ എടുത്ത് അധർമ്മികളെ ഉന്മൂലനം ചെയ്ത് ഭൂമിയിൽ സത്യവും ധർമ്മവും നിലനിർത്തും. അതുകൊണ്ടെല്ലാവരും സത്യവും ധർമ്മവും കൈവിടാതെ അവനവന്റെ കർമ്മം ചെയ്യുക. ഈശ്വരന് സൃഷ്ടികളാണ് നാം എല്ലാം എന്ന ചിന്ത കൈവിടാതെ ഭഗവാനോട് ചേർന്ന് ജീവിക്കുക. സ്വധർമ്മേ നിധനം ശ്രേയം പരധർമ്മം ഭയാവഹ. ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം.